കാര്യം പറ. ഇപ്പൊ എന്തിനാ കരഞ്ഞ? പേടിയോ? നിനക്കെന്താ? പറഞ്ഞങ്ങ് തോപ്പിക്കരുത്. എന്നാ ഇവിടെ എൻ്റെ കൂടെ നിൽക്കുന്നോ? 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 ഹലോ, നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് ആ സുദിനമാണ് കേട്ടോ. എൻ്റെ സർജറി നടക്കുന്ന ദിവസമാണിന്ന്. ശ്രീകുട്ടൻ, അമ്മ, അച്ഛൻ അവിടെ ഒരുങ്ങിക്കൊണ്ടിരിക്കുക. ഞാനും ലിജി ഒരുങ്ങിയിരിക്കുക കേട്ടോ. അളിയൻ വരണം ഇനി. അളിയൻ വന്നിട്ട് വേണം. ഒരുങ്ങിയോടാ മുടിയൊക്കെ ചിപ്പിട്ടോ. അളിയൻ വന്നിട്ട് വേണം ഹോസ്പിറ്റലിലേക്ക് പോകാനായിട്ടോ. ലിജിയാണ് 2 ദിവസമായിട്ട് രാവിലെയൊക്കെ ഉറക്കത്തിലേക്ക് കിടന്ന് കരച്ചിലാട്ടോ. എനിക്കത്ര വലിയ സീരിയസ് ആയിട്ടൊരു സംഭവം തോന്നുന്നില്ല. ഇവരൊക്കെ അമ്മയും ലിജിയും ഒരു എന്താ പറയുന്നത്, അമ്മയാണ് ഇവിടെ റൂമെല്ലാം വൃത്തിയാക്കണത്. ഞാനെന്തോ പ്രസവത്തിന് പോയിട്ട് വരുന്നതാണൊക്കെ ഇവരെയൊക്കെ ഒരു രീതിയൊക്കെ. ലിജിയാണെ കരച്ചില്ല കേട്ടോ. ഞാൻ സർജറി ആയിട്ട് ഞാൻ ഇപ്പം ഇത്രയും ദിവസം മാറി നിൽക്കുന്ന ആദ്യമായിട്ടോ ലിജി എടുത്ത് കേട്ടോ. 3 ദിവസം ആശുപത്രി കിടക്കേണ്ടി വരുമെന്നാണ് പറയുന്നത്. അങ്ങനെയാണ് ആദ്യമായിട്ടായിരിക്കും. അടങ്ങിയിടി 3 ദിവസം ഇത്രയും അടുപ്പിച്ച്. ഞാൻ പറഞ്ഞിട്ട് മിണ്ടായിരുന്നടി. അപ്പം ഇത്രയും 3 ദിവസമൊക്കെ ഇത്രയും ദിവസം വരുന്നതാ. ഒരുങ്ങ പെട്ടെന്ന് ഒരുങ്ങ. അളിയെ അവളെ കൊണ്ടിട്ട് ഇപ്പോൾ വരും. അളിയും പെങ്ങളെ ജോലി സ്ഥലത്തോട്ട് ആക്കിയിട്ട് വരും കേട്ടോ. അപ്പോൾ ഞാനും അച്ഛനും അളിയനും ശ്രീകുട്ടനും ലിജിയും അമ്മയും ഞങ്ങളെല്ലാം കൂടെ ആശുപത്രിയിലേക്ക് പോകണം. എന്നെ അവിടെ ആക്കിയിട്ട് ഇവരെ പറഞ്ഞാൽ വിടും കേട്ടോ. അവിടെ ആൾ നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. എനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. ഞാൻ ഹെൽത്തി ആയിട്ടിരിക്കുമല്ലേ. ഇനിയിപ്പോൾ അവിടെ നിൽക്കാൻ നിർബന്ധിക്കുവാൻ സാധ്യതയില്ലെന്ന് തോന്നുന്നു. അപ്പോൾ ഇന്ന് തന്നെ അവിടെ നമ്മൾ റൂമെടുത്ത് നിൽക്കണം കേട്ടോ. റൂമെടുത്ത് നിന്നിട്ട് നാളെയാണ് സർജറി. അപ്പോൾ ഇന്നിപ്പോൾ അനസ്തേഷ്യ ഡോക്ടർ വന്നിട്ട് എന്നെ അനസ്തേഷ്യ എന്നിട്ടാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ചെയ്യും. നാളെ അനസ്തേഷ്യ തരുത്തോളൂ. ഇന്ന് അനസ്തേഷ്യ ഡോക്ടർ വന്ന് തന്നെ കാണും. അനസ്തേഷ്യ ഡോക്ടറാണ് ഇത് കൊടുക്കുന്നത്, പെർമിഷൻ കൊടുക്കുന്നത് സർജറിക്കുള്ള. അതെ, ഞാൻ ഇതിനേക്കാൾ കൂടുതൽ ഹോസ്പിറ്റലിൽ നിന്ന് എനിക്ക് പരിചയമുണ്ട് ഡോക്ടർമാർ കേട്ടോ. അപ്പോൾ അതൊക്കെ കേട്ടോ. അപ്പോൾ ലിജിക്ക് ഞാൻ സർജറി ചെയ്യാൻ പോകണേന് എനിക്ക് എന്താ സങ്കടം എന്താ ഞാൻ സർജറി ചെയ്യാൻ പോകുന്നതിന് അത് പറ. എൻ്റെ പിന്നെ ഓപ്പറേഷൻ ചെയ്യുന്നോണ്ട് പേടിയാണ് കേട്ടോ. അത് വളരെ സിമ്പിൾ ഒരു സർജറി എന്നാണ് ഡോക്ടർ പറഞ്ഞു കേട്ടോ. ചിലപ്പോൾ എനിക്ക് 2 സിറ്റിങ്ങിലായിരിക്കും സർജറി നടക്കുന്നത്. കാരണം എൻ്റെ കിഡ്നി എന്നുള്ള എന്താ പറയുക ട്യൂബ് ചെറുതാണെങ്കിൽ അതിനകത്ത് സ്റ്റെൻഡ് ഇട്ടിട്ട് അത് വീതിയുള്ളതാക്കണം. അപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ടായിരിക്കും ഈ നമ്മൾ സ്റ്റോൺ റിമൂവ് ചെയ്യുന്നത്. അങ്ങനെ പറയാം കേട്ടോ. ഇനി നല്ല വലിപ്പമുള്ള ട്യൂബാണെങ്കിൽ ഒറ്റ സിറ്റിങ്ങിൽ തന്നെ സ്റ്റോൺ എടുത്ത് മാറ്റും. നമ്മുടെ ഒരിത് വെച്ചിട്ട് എനിക്ക് തോന്നുന്നു 2 സിറ്റിങ് വേണ്ടി വരും പറയാം. നമ്മുടെ ഒരു ഭാഗ്യക്ക് ഇല്ലേ, അങ്ങനെയാണെന്ന് തോന്നുന്നു കേട്ടോ. പിന്നെ നമുക്ക് ഇന്ന് വേറെ പരിപാടിയൊന്നുമില്ല. പോകുന്ന വഴിക്ക് നമുക്ക് ഇവിടെ ഒന്ന് കയറണം കേട്ടോ. ഒരു സ്ഥലത്ത് കയറാനുണ്ട്, ഫിനാൻഷ്യലി കയറാനുണ്ട്. പിന്നെ ലിജിയുടെ ഒരിക്കലും ഇവിടെ ഇരിക്കാത്ത ഒരു പാദസരം ഉണ്ട് കേട്ടോ. ഇടാൻ പറ്റിയിട്ടില്ല. ഇടോട്ടെ, നമ്മൾ ഒരു കാലത്ത് ഇടും. അപ്പോൾ ആ പാസരം ലിജിയുടെ ചാച്ചൻ ലിജിക്ക് വാങ്ങിക്കൊടുത്ത പാസരം കേട്ടോ. അപ്പോൾ ലിജി ആശുപത്രി ആവുന്നതിന് മുന്നേ ലിജി എപ്പോഴും ആ പാസരത്തെ കുറിച്ച് ഇങ്ങനെ ഓർമ്മിപ്പിക്കാറ് കേട്ടോ. അതുകൊണ്ട് ഞാൻ ലിജി ഹോസ്പിറ്റലിൽ കിടന്ന് പല ബുദ്ധിമുട്ടുകൾ വന്നപ്പോഴും ആ പാസരം ഞാനൊന്നും ചെയ്തില്ല, പണയം വെച്ചു കേട്ടോ. അതിന് പലപ്പോഴും ഞങ്ങൾ എടുത്തായിരുന്നു. അപ്പോൾ ഇത് ഞങ്ങളിപ്പോൾ കാനറ ബാങ്കിൽ സ്വർണ്ണത്തിന് തീരെ വിലയില്ലാത്ത സമയത്ത് പണയം വെച്ചത് ഒരു 3 വർഷമായിട്ടാണ്, 3 വർഷത്തിന് മുന്നേ. അപ്പോൾ ഇപ്പോൾ സ്വർണ്ണത്തിന് വില കൂടിയില്ല. അപ്പോൾ ഞങ്ങൾ അവിടെ എടുത്തിട്ട് വേറെ സ്ഥലത്ത് വെച്ചിട്ട് കുറച്ചുകൂടെ പൈസ എടുത്തേട്ടോ. പിന്നെ അടിപൊളിയായിട്ട് നടക്കുമെന്ന് തോന്നുന്നു എല്ലാ കാര്യങ്ങളും. പിന്നെ കുറച്ച് ദിവസത്തേക്ക് ഒരു പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നൊക്കെ ഡോക്ടർ പറഞ്ഞ്. അല്ലാതെ ഒരു സിമ്പിൾ സർജറി കേട്ടോ. ഇന്നിപ്പോൾ സർജറി ചെയ്താൽ വൈകുന്നേരം പോകാൻ പറ്റുന്ന രീതിയിലുള്ള സർജറി തന്നെയാണ്. ഒരു ദിവസം കിടക്കേണ്ടി വരില്ല. പിന്നെ എൻ്റെ സർജറി ശനിയാഴ്ച ആയതുകൊണ്ട് ഞായറാഴ്ച അവിടെ ലീവാണ്, ഡോക്ടേഴ്സ് ഇല്ലല്ലോ. അപ്പോൾ അന്ന് ഡിസ്ചാർജ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത ദിവസമായിരിക്കും ഡിസ്ചാർജ് ചെയ്യുന്നത്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കേട്ടോ. എനിക്ക് നമ്മൾ എന്തായാലും സർജറിക്ക് പോകുമ്പോൾ ഹാപ്പി ആയിരിക്കത്തില്ലല്ലോ. ഒരു സംഘർഷാവസ്ഥ മനസ്സിലെപ്പോൾ ഉണ്ടാവും. അത് മാത്രമേ ഉള്ളൂ. അതായത് പേടി അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. പിന്നെ ഇത്രയും പൈസ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ട് കൊടുക്കുന്നുള്ള ടെൻഷൻ ഇങ്ങനെയുണ്ട് കേട്ടോ.
അതേ ഉള്ളൂ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അത് പറഞ്ഞ കാര്യം ഇവിടെ പെണ്ണുമ്പിള്ളയ്ക്കും അമ്മയ്ക്കും അമ്മായിയമ്മയ്ക്കും ഒക്കെ കേട്ടോ എൻ്റെ ഈ സ്റ്റോറിൻ്റെ കാര്യത്തിൽ പേടി. എനിക്ക് അത് അവിടെ ഇരിക്കുന്ന വേദന ഉണ്ടെങ്കിലും അളിയും വിളിക്കുന്നു, അളിയും വിളിക്കാൻ വേണ്ടി. അപ്പോൾ എൻ്റെ ഇന്നത്തെ ദിവസം ഒരു സമാധാനം എനിക്ക് തിരിച്ചു കിട്ടിയിരിക്കുകയാണ്. എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ഇത്ര ദിവസം വീട്ടിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളൊരു ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. വേറെ പ്രശ്നം എനിക്കില്ല, അല്ലാതെ എനിക്ക് സർജറി ചെയ്തുകൊണ്ട് പേടിയൊന്നുമില്ല. എനിക്ക് ഇഞ്ചക്ഷൻ എടുത്താലും ഞാനൊരു ഞെട്ടൽ പോലും വരുത്താത്ത ഒരാളാണ് ഇഞ്ചക്ഷൻ എടുത്താൽ. അത് സന്തോഷ വാർത്ത എന്നല്ല പറഞ്ഞ് ഒരാശ്വാസം. വീണ്ടും വിളിക്കുന്നു ഹോസ്പിറ്റലിൽ ഒരു മിനിറ്റ് കോൾ എടുക്കട്ടെ. അപ്പോൾ ചെറിയൊരു സന്തോഷം എന്നിട്ട് അതങ്ങ് പോയിട്ടോ. സംഭവം എന്ന് വെച്ചാൽ ഹോസ്പിറ്റലിൽ ആദ്യം വിളിച്ചിട്ട് പറഞ്ഞു അവിടുത്തെ മെഷീൻ കംപ്ലൈൻ്റ് ആയി, ഇന്ന് വരണ്ടാന്ന് വിളിച്ച് പറഞ്ഞു കേട്ടോ സർജറിക്ക്. അളിയനെ ബൈസ്റ്റാൻഡർ അളിയല്ലേ, അപ്പോൾ അളിയനെ വിളിച്ച് പറഞ്ഞു കേട്ടോ. ഇപ്പോൾ അവർ ഹോസ്പിറ്റലിൽ വിളിച്ച് പറഞ്ഞ് അത് റെഡിയായി, കുഴപ്പമില്ല, ഇന്ന് വരാൻ പറഞ്ഞു കേട്ടോ. അയ്യോ, അന്നേരം പിന്നെ നമുക്ക് പോയിട്ട് വരാം അല്ലേ? ബാ. അതെ, എന്നാൽ പിന്നെ നമുക്ക് പോയിട്ട് വരാം. അപ്പോൾ ഞങ്ങൾ വീണ്ടും പോകാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പോൾ അളിയൻ എന്താ വെച്ചാൽ അളിയൻ വണ്ടി കൊണ്ടിട്ടിട്ട് അളിയൻ വർക്ക്ഷോപ്പിൽ പോയായിരുന്നു കേട്ടോ. അളിയൻ്റെ തിരിച്ച് വർക്ക്ഷോപ്പിൽ നിന്ന് വന്നിട്ട് വേണം. അപ്പോൾ നമ്മളൊരു ഉച്ചയാകുമ്പോഴത്തേന് ഇനിയിപ്പോൾ പോകാൻ പറ്റത്തുള്ളൂ ഹോസ്പിറ്റലിലേക്ക്. 2 മണിയാകുമ്പോഴത്തേന് ചെല്ലാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഇടയ്ക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ നമുക്ക് അവിടെ ബാങ്കിൽ നിന്ന് പോകണം. അപ്പോൾ ആ ബാങ്കിൽ നിന്ന് പോയിട്ട് എഴുതി ആ കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചാൽ പോയി. അപ്പോൾ ഞാൻ അച്ഛനോട് പോയിട്ടില്ല. അപ്പം ഒന്നങ്ങനെ പോയിട്ടില്ല കേട്ടോ. ചെറിയൊരു ആശ്വാസമാണ്. ഒന്നുമില്ല, കുറച്ച് ദിവസം അവിടെ നീട്ടിയേക്കുമ്പോൾ ഒരു അടുത്ത ആഴ്ചയൊക്കെ ചെയ്യുമ്പോൾ ഒരു ഇതുണ്ടായിരുന്നു. എന്തായാലും പോയിട്ടില്ല അല്ലേ? എന്നാൽ പോയിട്ടില്ല. അപ്പം ഞങ്ങളിത് ഈ ഹോസ്പിറ്റലിൽ പോകുന്ന മുമ്പേ ചോറ് കഴിക്കാൻ പോകണം കേട്ടോ. രാവിലെ 10 മണിക്ക് പോകാൻ വേണ്ടി പ്ലാൻ ഇട്ട് ഞങ്ങളെ ഇപ്പം 2 മണിക്ക് ചോറ് കഴിക്കേ. ചേച്ചി ഞാൻ പോകുന്നതിൻ്റെ കരച്ചിൽ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളൊരു പ്ലേറ്റിൽ നിന്ന് ഇങ്ങനെ ചോറൊക്കെ കഴിച്ച് വളരെ ഹാപ്പി ആയിട്ടാണ് പോകുന്നത്. നല്ല മത്തിക്കറി കേട്ടോ, ചാളക്കറി. നല്ല ചാള ഇങ്ങനെ എടുക്കുക കുഴയ്ക്കുക. ഓ കഴിക്കടേ, കരയാതെ ചോറ് കഴിക്കുമ്പോൾ കരഞ്ഞൂടാ. ചോറയ്ക്ക് നീ കൂടെ കഴിച്ചോടാ. സൂപ്പർ ചാളക്കറി. നെയ്ച്ചാള ടേസ്റ്റ്. ചേട്ടാ അടുത്ത് പിടി, വെക്കുന്ന 2 പിടിയും കഴിക്കും. വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ വണ്ടി വീട്ടിൻ്റെ മുറ്റത്ത് വിട്ടാൽ വിശക്കുന്ന 2 ആൾക്കാരാണ്, ശ്രീകുട്ടും ലിജി. ഈ വേലിക്ക് പുറത്ത് വണ്ടി പോയി അപ്പം വിശക്കും ലിജിക്ക്. ഇവിടെ ഇരിക്കാൻ വിശക്കൂല കേട്ടോ. അപ്പോൾ ഞങ്ങൾ ചോറ് കഴിച്ചിട്ട് പെട്ടെന്ന് പോട്ടെ, അളിയിലിപ്പോൾ വരും കേട്ടോ. അങ്ങനെ നമ്മളിത് സർജറിക്ക് പോകാനായിട്ട് ഹോസ്പിറ്റലിലേക്ക് ഇറങ്ങാം കേട്ടോ. നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ നാടകത്തിൽ സ്റ്റേജ് കെട്ടിയ പോലെ ഉണ്ട് ലിജി. അപ്പം നമ്മുടെ വണ്ടി സെയിലായപ്പോൾ നമ്മുടെ വണ്ടി ഇന്നലെ പിന്നെ നമ്മൾ മഴയത്ത് കുറച്ച് നേരം കിടന്നിട്ട് നമ്മളിവിടെ വണ്ടി ഇടാൻ പറ്റാത്തതുകൊണ്ട് പുറത്ത് കിടന്നത്. അപ്പോൾ വണ്ടിയുടെ ഈ സൈഡ് ഡോറ് തുറന്ന് കിടന്ന് വെള്ളം കയറി ഞാൻ ചെറിയൊരു സ്റ്റാർട്ടിങ് ട്രബിൾ കേട്ടോ. അപ്പോൾ നമ്മൾ ടാക്സിക്കാണ് പോണേ. അളിയൻ വരാമെന്ന് പറഞ്ഞായിരുന്നു. അളിയന് ഒരു വർക്ക് ഉണ്ടായതുകൊണ്ട് അളിയൻ വന്നില്ല ലിജി. അപ്പോൾ അവിടെ ടാക്സിക്ക് വന്നിട്ട് ടാക്സി പറഞ്ഞാൽ വിളിച്ച് അപ്പോൾ ഇവരെന്നെ കൊണ്ടാക്കിയിട്ട് അവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യുമ്പോഴത്തേന് അളിയൻ്റെ വൈകുന്നേരം അങ്ങ് വണ്ടിയായിട്ട് അങ്ങ് വരും ലിജി. അളിയൻ്റെ വണ്ടിയായിട്ട് അളിയൻ വരും. എന്നിട്ട് പോട്ടോ, നോക്കി പോകട്ടോ. നമ്മൾ അറിയുന്നവരാത്തോ എല്ലാം എടുത്തോ. എനിക്കങ്ങ് എപ്പോഴും ഒരു ക്ഷീണവും തളർച്ചയൊക്കെ കേട്ടോ. കഴിഞ്ഞ വീട്ടിലൊക്കെ ചാർജ് എടുത്ത് ഒരു തരം ഒരു ക്ഷീണവും തളർച്ചയാണ് എപ്പോഴും കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ എന്തായാലും ഞങ്ങൾ പോയിട്ട് വരാം. അല്ലേ ശ്രീകുട്ടോ? ശ്രീകുട്ടൻ എൻ്റെ ബാഗ് ഇട്ടേക്കുന്നത് കേട്ടോ.
ഇനി നമുക്ക് ടാക്സിയിൽ കയറ്റാം. അവിടെ പോയിട്ട് പറയട്ടെ. ലിജി ചോറ് കഴിക്കുമ്പോഴൊക്കെ മുട്ട കരച്ചിലൊക്കെ കരച്ചിട്ടിരിക്കുക. അവിടെ പോയി കരഞ്ഞ് സീനുകളൊന്നും ഉണ്ടാക്കില്ല കേട്ടോ. 2 മണിക്ക് ചെല്ലണമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ കുറേ ലേറ്റായി നമ്മൾ കേട്ടോ. അളിയൻ വണ്ടിയായിട്ട് വരുന്നത് വെയിറ്റ് ചെയ്തിരുന്ന, പിന്നെ അളിയന് വരാൻ പറ്റിയില്ല. അങ്ങനെ പിന്നെ നമ്മൾ ടാക്സി വിളിച്ചു. ഇപ്പോൾ 10 മിനിറ്റുള്ളിൽ വണ്ടി വരാമെന്നാണ് പറഞ്ഞേക്കുന്നത്. അവരിങ്ങോട്ട് വിളിക്കട്ടെ. വേറെ നമ്മളിന്ന് അഡ്മിറ്റ് ആവാൻ സാധ്യതയില്ല. 2 മണിക്ക് മുന്നേ ചെല്ലണമെന്നാണ് പറഞ്ഞത്. അളിയൻ വരുന്നുള്ള പ്രതീക്ഷ നമ്മൾ ഇരുന്ന് പറഞ്ഞേ. നമ്മൾ ടാക്സി വിളിച്ച് ടാക്സി വരുന്നേ ഉള്ളൂ. എന്തോ ജി ആശുപത്രിക്ക് വിളിക്കാം. അല്ലല്ല, എന്നെ കൊണ്ടുപോക്കാൻ എത്ര ആൾക്കാരാണ്. ഞാൻ ഇത് രാവിലെ ബസ്സിന് പോയാൽ അഡ്മിറ്റ് ആയാൽ മതിയായിരുന്നു. ഞാൻ കാര്യം സഹായിച്ചിട്ട് പോരായിരുന്നു. എന്താ എക്സ്ചേഞ്ച് കഴിഞ്ഞത് പറഞ്ഞായിരുന്നല്ലോ, പിന്നെ കാണുന്നില്ല. പിന്നെ ഓപ്പറേഷൻ ചെയ്തോണ്ട് ഇടയ്ക്ക് ഞാൻ ഇവിടെ നോക്കാൻ പോണ്ട്. ഇപ്പൊ കരയുന്നില്ല. പറ, കാര്യം പറ. ഇപ്പൊ എന്തിനാ കരഞ്ഞ? പേടിയോ? എന്തിന്? വെറുതെ കരയും, ഒരു കാര്യമില്ല കരയും. പിന്നെ ആ എന്നെ വിളിച്ചാൽ കരയാ. ജ്യൂസ് വേണോ? ഞങ്ങളുടെ കൊണ്ട് ജ്യൂസ് വേണോന്നുണ്ടായതുകൊണ്ട് കരച്ചില് നിർത്തിയതാണ്. മാറ്റി പറ്റുന്നുള്ളൂ. നീ കമ്മലിന്റെ ബാക്കിൽ മറ്റേ സാധനം ഇട്ടോ? ശ്രീകുട്ട എവിടെ ഒപ്പിച്ചോണ്ട് വന്നു? എന്റെ ബാക്കിൽ ബട്ടൺ അല്ലേ, അത് കാണുന്നില്ല. ശ്രീകുട്ടൻ എവിടെ ഒപ്പിച്ചോണ്ട് വന്നില്ലേ? അവനെന്റെ വേറെ കമ്മലിന്റെ ഒപ്പിച്ചോണ്ട് വന്നു. അങ്ങോട്ട് ചെല്ലുക, ഇവിടുന്ന് എടുക്കുക, എറിയ. എന്നെ തന്നെ എന്നെ തന്നെ വെക്കാനായിട്ട് ഉള്ളരുത്. രാത്രി വിഷമിക്കുന്ന നീ നുള്ളിയന് എന്നെ കാണാതാവുമ്പോ. ആണ് ലിജി. 2 ദിവസമായി. അപ്പൊ പിന്നെ സന്തോഷമുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ഇന്ന് വാങ്ങായിരുന്നു. ഇതിപ്പോ മറന്നു, വൈകുന്നേരം നമ്മളെ അതിന് മറന്നു. സംഭവിക്കാൻ പോണതാ. എനിക്ക് കൊച്ച് വരുമ്പോ കാണുമ്പോ കുറച്ച് സങ്കടം അല്ലെങ്കിൽ നീ അല്ലേ ഉള്ളൂ. അടുത്ത നമ്പർ 2 അല്ല ഉള്ളത്. സ്റ്റേജ് നമ്പർ 1 ഉള്ളത്. എനിക്ക് അറേഞ്ച് ചെയ്യണ്ട. നീ
ബർത്ത്ഡേക്ക് എടുത്ത് കൊടുത്ത ഡ്രസ്സാ. ബർത്ത്ഡേ ബർത്ത്ഡേ ഡ്രസ്. ഇങ്ങോട്ട് വാ, മോലേക്കോട്ട് വാ. നമ്മള് ആശുപത്രിയിൽ എത്താറായി ഇല്ലേ? എന്നെ ആക്കിയിട്ട് ഒരു തിരിച്ചു പോട്ടോ. നിനക്കെന്താ ഞങ്ങൾ തോപ്പിക്കല്ലേ? എന്നാ ഇവിടെ എൻ്റെ കൂടെ നിൽക്കുന്ന നിൽക്കുന്നോ? 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 അടങ്ങിയില്ലേ? നീ എന്തിനാ കരയുന്നേ? ഡയപ്പർ ഒന്ന് മേടിക്കാം. വേണ്ട, അവിടെ ആശുപത്രിയിലൊക്കെ നിൽക്കണ്ട. ചുമ്മാ അവിടെ ഓരോ അസുഖങ്ങളൊക്കെ ഉള്ള പെറ്റനം അടി ആണെങ്കിൽ അടി മേടിക്കും കേട്ടോ. എത്ര കരച്ചില് ജ്യൂസ് വേണം എനിക്ക്. ആർക്കാ കൊടുക്കണമെന്നുള്ള എനിക്ക് മാത്രം തന്നു. കൊടുക്കണ്ട, കൊടുക്കണ്ട, കൊടുക്കുന്നില്ല, ആർക്കും കൊടുക്കുന്നില്ല. എനിക്ക് മാത്രം. നിനക്ക് മാത്രം തരാം. ജ്യൂസ് മേടിക്കണോ എനിക്ക്? എനിക്ക് ജ്യൂസ് വേണം കേട്ടോ. എനിക്ക് എവിടെ പോയാലും വേണ്ടി ഒരു സാധനമാണ് ജ്യൂസ്. ജ്യൂസ് ഇല്ലാണ്ട് പറ്റത്തില്ല. ഈ ജ്യൂസ് കുടിക്കാൻ വേണ്ടിയിട്ടാണ് വണ്ടിയിൽ കയറി വരുന്നത്. ഒരു മനുഷ്യനെ ഒരു ആയത്തിനെ കൊണ്ടുപോവാ. അപ്പൊ അവൾക്ക് ജ്യൂസ് ജ്യൂസും തണുപ്പ് മതി. തണുപ്പ് മതി. മതിച്ചിട്ടുണ്ടോ? മധുരണ്ട. കൊണ്ട് പൈസക്ക് ജ്യൂസ് മേടിച്ച് അത് മതിയല്ലോ. അതിന് എനിക്ക് അതിൻ്റെതായ ആവശ്യങ്ങളുണ്ട്. എനിക്ക് അതിൻ്റെതായ ആവശ്യം. എന്താവശ്യം? കാർഡ് എടുത്തായിരുന്നോ? അയ്യോ, കാർഡ് എവിടെ? കാർഡ് അടുത്തടുത്ത് ഇനി ഏകദേശം ഒരു 5-10 മിനിറ്റേ ഉള്ളൂ കേട്ടോ. ആശുപത്രി ചെല്ലും. ആശുപത്രി ബാക്കി കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് കാണിക്കട്ടെ. എൻ്റെ ഉള്ള കാട്ടായങ്ങളൊക്കെ കാണിച്ചുകൊണ്ടിരുന്നത് ഇവളുടെ കുറെ കുരുത്തക്കേടുകൾ കാണിച്ചുകൊണ്ടിരുന്നത്. എൻ്റെ കരച്ചിൽ കാണിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇപ്പം തന്നെ ഹോസ്പിറ്റലിൽ ചെല്ലും കേട്ടോ. അവിടെ ചെന്നിട്ട് പറയാം വൈകുന്നേരം അളിയനാണ് ഇവരെ വീട്ടിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വിളിക്കാനായിട്ട് വരുന്നത്. ഇപ്പോൾ പോകണ ടാക്സി നമ്മൾ ഇട്ടിട്ട് തിരിച്ചു പോകും. അളിയൻ വൈകുന്നേരം 6 നീ ഫ്രണ്ടിൽ ഇരുന്നാൽ അച്ഛൻ പിന്നെ ക്ഷീണമായിട്ട് വന്നില്ല. അച്ഛൻ കിടന്ന് പറഞ്ഞു. രാവിലെ അച്ഛൻ ഒരുങ്ങിയത് കേട്ടോ. തയ്യാറായതാ. പിന്നെ ഉച്ച കഴിയുമ്പോ ചോറൊക്കെ കഴിച്ചപ്പോ അതുകൊണ്ട് വരും. അപ്പൊ അവിടെ ആളില്ല. പിന്നെ ഗ്യാസ് എടുക്കണം. അതൊക്കെ കൊണ്ട് ബാബാറ്റനെ അമ്മ ഒഴിവാക്കിയത്. അമ്മയ്ക്കത് ഞങ്ങളുടെ കൂടെ പോലെ വേണ്ടി അമ്മ ഞാൻ പറഞ്ഞതാ അമ്മയോട് അവിടെ നോക്കാം. പിന്നെ ഞാൻ അമ്മയെ സ്ഥലം കാണണ്ടില്ലേ? ജ്യൂസ് കുടിക്കട്ടെ. എല്ലാവർക്കും ജ്യൂസ് കൊടുക്കാൻ വേണ്ടിയല്ല അമ്മ
മോൻ്റെ ആവശ്യത്തിന് വന്നു പിന്നെ ആരുടെ ആവശ്യത്തിന് പോന്നെ അതെ എനിക്കാണെങ്കിൽ ഭയങ്കര ഉറക്കവും വരുന്നത്. എൻ്റെ ചുണ്ടൊക്കെ ഡ്രൈ ആയോ? ഡ്രൈ ആയി തണുപ്പിടിച്ചിട്ടാ തണുപ്പിച്ച് ഓഫാക്കിയിട്ടുണ്ട്, AC ഓഫാക്കിയിട്ടുണ്ട്. ഹോസ്പിറ്റലിൽ കാണാം കേട്ടോ. ഹോസ്പിറ്റലിൽ വന്നു കേട്ടോ. ഹോസ്പിറ്റലിൽ വരുന്നവരെ എനിക്കൊരു ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഒന്നാമത്തെ കാര്യം ഇതാ ഇവിടെ 2 ദിവസത്തേക്ക് പിരിഞ്ഞിക്കണമെന്നുള്ളൊരു വലിയ ടെൻഷൻ കേട്ടോ. പറഞ്ഞാൽ പിന്നെ അത് ഭയങ്കര കൗതുകം അതിശയോക്തിയായി പോവും. എന്നാലും ഈ മുതലേ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ അടുത്തില്ലെങ്കിൽ 2 വർത്താനമൊക്കെ പറഞ്ഞ് ഇതിൻ്റെ ഒരു ചെറിയ ബുദ്ധിമുട്ടാണ് കേട്ടോ. അതുകൊണ്ട് ചെറിയ വിഷമമുണ്ട്. എന്നാലും നാളെ ഉച്ച കഴിയുമ്പോഴേയും കൊണ്ടുവരും ഇവിടെ. കയറിയോ? അത് കയറും, കാല് പൊക്കപ്പെടുത്തില്ല. അതാ നിന്നോട് സൂക്ഷിച്ചു കൊണ്ടുവരാന്ന് പറഞ്ഞേ. അപ്പോൾ ഇത് ഡോക്ടറിൻ്റെ മുറിയാണ് കേട്ടോ. നമ്മളിവിടെ ഡോക്ടറെ കാണാൻ നേരിട്ട് വന്നതാണ്. നേരത്തെ ഇച്ചിരി വിഷമമൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് വരുമ്പോൾ. കുറച്ച് ഫണ്ടൊക്കെ സെറ്റാവാനുണ്ടായിരുന്നു. ഫണ്ടൊക്കെ റെഡിയായി. പിന്നെ എനിക്ക് ഇവിടെ വന്ന് ഇത്രയും പൈസ ചിലവാക്കി എടുക്കുന്നതിൽ ചെറിയ വിഷമമുണ്ട് കുറച്ച് നേരമായിട്ട്. പക്ഷേ ഞാൻ എനിക്ക് പണമല്ലേ, പണം പോയിട്ട് പവർ വരട്ടെ. എന്താ അല്ല, അവർ നേരെ ഇവിടെ വരാനാണ് പറഞ്ഞത്. ആ ടോക്കൺ എടുക്കുന്ന കാര്യമൊന്നും പറഞ്ഞില്ല. അപ്പോൾ സർജറി ഒക്കെ കഴിയുമ്പോൾ ഞാൻ ഇച്ചിരി ഉഷാറായിട്ട് വരും കേട്ടോ. അപ്പോൾ ഒരുപാട് ജോലിക്ക് പോകണം, സമ്പാദിക്കണം, വീട് വെക്കണം, ഇല്ലേ ജി, കാറിൻ്റെ ലോൺ അടയ്ക്കണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതാണ് ഇപ്പം എൻ്റെ മനസ്സിലുള്ളൊരു കാര്യം. അതുകൊണ്ട് സുജിത്ത് നമ്മുടെ പേരൊക്കെ എഴുതിയിട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഡോക്ടറെ കണ്ടിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ പറയട്ടോ. ഞങ്ങളിപ്പോൾ ഹോസ്പിറ്റലിനകത്ത് വന്ന് നമ്മൾ വന്ന വണ്ടിക്ക് 1200 വണ്ടി ചാർജ് ആയി. അതുപോലെ പറഞ്ഞിട്ട് രാത്രി ഇവരെ കൊണ്ടുപോകാനായിട്ട് അളിയൻ വരും കേട്ടോ. ഞാനിവിടെ റൂമിൽ തങ്ങും. പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല, സുഖമായിട്ട് തങ്ങാം. എൻ്റെ കൂടെ അവിടെ ഇരുന്ന് 2 പേരെ ഞാൻ കുറച്ച് നേരം കഴിഞ്ഞ് വീഡിയോ എടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ കാണുന്നില്ല, ഞാൻ തിരക്കി വന്ന കേട്ടോ. ഇവിടെ എന്താ സംഭവം നോക്കട്ടെ. ഇവിടെ 2 പേരുടെ പരിപാടി. മാഡം ഇവിടെ മുട്ട പപ്സ് ഉണ്ടോ? 2 പേരും കൂടെ അത് എന്താ കഴിക്കുന്നത്? കേക്ക് അതാണ് വേണ്ടേ? ബിസ്ക്കറ്റോ? എവിടേക്ക് ബിസ്ക്കറ്റ്? ആ മേടെ ഇരിക്കുന്നോ? ആ ഇതോ ലവ് ബൈറ്റ്സ് വേണ്ട, ലവ് ബൈറ്റ്സ്. ആ അത് ചായ ഉണ്ടോ? ചായ ഉണ്ടടി? ചായ പറഞ്ഞോ? ജ്യൂസൊക്കെ ഉണ്ട് കേട്ടോ, ഫ്രഷ് ജ്യൂസൊക്കെ ഉണ്ട് ഇവിടെ. പക്ഷെ ഭയങ്കര മധുരമാണ് കേട്ടോ, ഒരു രക്ഷയില്ലാത്ത മധുരമാണ്. നീ എന്നാ കഴിക്കുന്നത്? ഒരു കടിയാ? ആയിക്കോട്ടെ, കൊള്ളാം കേക്കില്ലേ? ചായ ആണോ? ഒരു ചായ കഴിക്കാം. അല്ല ഞാൻ മേടിക്കാം, മേടിക്കാം. ഇതേ ക്രീം ബണ്ണ് കേക്ക്. നിനക്ക് 2 ചായയോ? വെള്ളം കുടിച്ചില്ല കേട്ടോ, അതിനെ 2 ചായ കുടിക്കുന്നത്. മധുരം ഇടാത്തയോ? ഇത് മറ്റേ മെഷീൻ ചായ അടി, മധുരം ഇടാൻ കിട്ടത്തില്ല. ചേച്ചി മധുരം കിട്ടും, മധുരം ഇടാൻ കിട്ടുമോ? വിത്തോട്ട് കിട്ടുമോ ചായ? 2 വിത്തോട്ട് ചായ. ചേച്ചിക്ക് 2 വിത്തോട്ട് ചായ കേട്ടോ. പിന്നെ ഇവിടെ ഫ്രഷ് ജ്യൂസൊക്കെ ഉണ്ട് കേട്ടോ. എന്താടാ? ഡോക്ടർ വിളിച്ചതിന് മുമ്പേ പോകണം എനിക്ക്. ഡോക്ടർ വരെ വിളിച്ചിട്ടില്ല കേട്ടോ. 2:45 ഉള്ളൂ. അളിയന് 7 മണിയാകുമ്പോൾ വരുത്തുള്ളൂ. അപ്പോൾ എന്നെ റൂമിലാക്കിയിട്ട് ഞാൻ എപ്പോഴും വീണ്ടും അതാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇവിടുത്തെ ഹോസ്പിറ്റലിൽ വെച്ചാൽ ഇവിടെ രാവിലെ ഒരു 8 മണിയാകുമ്പോൾ ഒരു പ്രെയർ ഉണ്ട് കേട്ടോ. ഇവിടെ കുറച്ച് ആൾക്കാർ നിന്നിട്ട് പ്രെയർ ഉണ്ട്. ഇത് ഒരു OP യുടെ സെക്ഷൻ കേട്ടോ, ഹോളി ക്രോസ് ഹോസ്പിറ്റലിൽ. ഇപ്പോൾ OP എല്ലാം കഴിഞ്ഞാൽ ഡോക്ടർ വിളിക്കുന്നത്, ഞാൻ പോയിട്ട് വട്ടെ. അപ്പോൾ ഞങ്ങളിനി ക്യാഷൊക്കെ അടച്ചു കേട്ടോ. പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഞാൻ റൂമിൽ ചെന്നിട്ട് വിശദമായിട്ട് പറയാം ഇത്രയൊക്കെയാണെന്നുള്ളത്. അമ്മ ലിജിക്കൊച്ചിനെ തള്ളിക്കൊണ്ട് പോകണം. ഞാനാണ് പേഷ്യൻ്റ്, ലിജിയാണ് പേഷ്യൻ്റ് എന്നുള്ള രീതിയിലാണ് പോകണം കേട്ടോ. ഞാനിവിടെ നടന്നു പോണ്. അപ്പോൾ നാളെ സർജറിയുണ്ട് എനിക്ക്. ആ അപ്പോൾ അവരെയൊക്കെ നമുക്ക് നേരത്തെ അച്ഛനും ദിവസം കിടന്നപ്പോഴും അറിയാം കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ നമ്മുടെ റൂമിനടുത്തേക്ക് പോട്ടെ. ഇപ്പോൾ ഇവിടെ റൂമൊന്നുമില്ല, ഉള്ള റൂം നമുക്ക് തന്നിട്ടുണ്ട്. അതൊരു വലിയ പണി കിട്ടിയിരിക്കാം. ചെയ്യാനായിട്ട് പോട്ടെ. അത് അമ്മയും കൊണ്ടുവന്നായിട്ട് പോകണം. അങ്ങനെ നമ്മൾ ഉച്ചയ്ക്ക് വന്നിട്ടേ
പിന്നെ വന്നിട്ട് ഞങ്ങളെല്ലാവരും കൂടെ കിടന്ന് ഉറങ്ങി. ഈ ശ്രീകുട്ടനും ലിജി ഇവിടെ കിടന്ന് ഭയങ്കര കളിയും ബഹളമായിരുന്നു. ഞാൻ ആ ബഹളം കേട്ട് ഞാൻ ഉറക്കത്തിൽ എണീറ്റ് ഇവരെ ഒന്ന് അടിച്ചൊതുക്കിയൊക്കെ ഇരുത്തിയിട്ട് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. അളിയും വരുമെന്നൊക്കെ വിചാരിച്ചിരുന്നേ. അപ്പോൾ അളിന് വേറെ ഓട്ടം കിട്ടി, വണ്ടിയായിട്ട് പോയി. അപ്പോൾ ഇനി ഇവർ ടാക്സിയിൽ ഇവർ പോകാൻ പോകട്ടോ, അമ്മയും ലിജിയും കൂടെ. ശ്രീകുട്ടൻ പോകണില്ല, ഞാനും അതിനോട് ഇവിടെ നിൽക്കാം. അപ്പോൾ നമ്മൾ അവിടെ ഒരു ടാക്സി വിളിച്ചോട്ടോ ലിജിക്ക്. വാട്സപ്പ് കോൾ കിട്ടിയത് ഒരു ഇത് ലൈവ് ലൊക്കേഷൻ ഇട്ടേ എനിക്ക്. അപ്പോൾ അമ്മയും ലിജിയും കൂടെയാണ് പോകണം കേട്ടോ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ നേരെ എടുക്കുക, ലൊക്കേഷൻ എടുക്കുക, ഷെയർ ലൈവ് ലൊക്കേഷൻ കൊടുക്കുക, ഒരു 1 hour 8 hours കൊടുക്കുക. ഒന്നും കൊടുക്കില്ല, എനിക്ക് സെൻഡ് ചെയ്യാം. വേറെ പ്രശ്നം ഉണ്ടായിട്ടില്ല. നമ്മളെപ്പോഴും അങ്ങനെ ഒരു സേഫായിട്ട് നമുക്ക് ഇവിടെ എവിടെ എത്തിയെന്ന് അറിയാൻ പറ്റുമല്ലോ. അതെ, നമുക്കുള്ള വണ്ടി വന്നു കേട്ടോ. ഇവിടെ കൊണ്ടോടാ. അല്ല, വണ്ടി കണ്ടപ്പോൾ എൻ്റെ സ്വഭാവം മാറി. പോണ്ട ഇല്ലല്ലോ, വന്നാ വാ കേട്ടോ, കയറിക്കോ. ഓക്കെ ബൈ, നാളെ പറഞ്ഞേ. ഓക്കെ 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 ബൈ 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 ബൈ. കരല്ലേ ആ വിട്ടോ വണ്ടി വിട്ടോ. ഓക്കെ, ഇനിയിപ്പോൾ ഞാൻ ശ്രീകുട്ടനോടെ നേരെ അങ്ങനെ അവർ പോയി. എൻ്റെ കൂടെ നിന്ന് കൂട്ട് ശ്രീകുട്ടനാണ് കേട്ടോ. ഇപ്പം ചെന്നാൽ ഒറ്റ ഉറക്കം ഉറങ്ങുന്നവനാ. എന്തോ ഒറ്റ ഉറക്കം ഉറങ്ങുന്ന എനിക്ക് കൂട്ടിൽ വന്നേക്കുന്നത് കേട്ടോ. വാങ്ങ റൂമിൽ പോകാം. അപ്പോൾ ബാക്കി റൂമിൽ പോയിട്ട് വിശേഷങ്ങളൊക്കെ പറയട്ടോ. അപ്പം എന്താ പറഞ്ഞാൽ വന്നത്, ലിജി വിളിച്ചേട്ടോ. ഇടുക്കിയിൽ നിന്ന് അവിടെ അറിവിലാണ് വന്നിട്ടുള്ള അമ്മയും അവൻ വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ അവർ മീനൊക്കെ കഴിക്കാനൊക്കെ വരുന്നല്ലേ. അപ്പോൾ അവർക്ക് മീൻ മേടിക്കുന്ന കാര്യം ലിജി പറഞ്ഞേ. അപ്പോൾ ഞങ്ങൾ ഈ കിടക്കാൻ പോയല്ലേ ലിജി. അപ്പം വേറെ വിശേഷങ്ങളൊന്നും പറയില്ല, ബാക്കിയൊക്കെ അടുത്ത ദിവസങ്ങളിൽ പറയാം. രാവിലെ സർജറി ഉണ്ടാവും. പിന്നെ ഇപ്പോൾ ഒന്ന് കുളിക്കാൻ പോകണം. കുളിച്ചിട്ട് നേരെ കിടക്കാൻ പോകണം കേട്ടോ. അപ്പോൾ ബൈ, നാളത്തെ വിശേഷമായിട്ട് നാളെ കാണാം.